യസ്രിബിൽ നിന്ന്, മദീനയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ പഴയ ഓർമ്മകൾ, പഴയ ചരിത്രം, പഴയ വിഷയങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. യസ്രിബ് എന്ന വാക്ക് നമുക്ക് ഇനിയില്ല. പക്ഷേ അള്ളാഹു ഖുർആനിൽ യസ്രിബ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മദീന എന്ന വാക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് യസ്രിബായിരുന്നു, അത് പിന്നെ മദീനയായി മാറി. എങ്ങനെയാണ് ആ മാറ്റം, ആ മാറ്റത്തിന്റെ അടിസ്ഥാനം എന്താണ്, അത് ഉണ്ടാക്കിയ മാറ്റം എന്താണ് എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്. ഒരു 3000-ഓളം കൊല്ലം പഴക്കമുണ്ട് യസ്രിബ് എന്ന രാജ്യത്തിന്, മദീനക്ക്. അന്ന് മദീനയല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ 1600 കൊല്ലം മുമ്പ് തന്നെ യമനികളിൽ പെട്ട ചിലര്, അമാലിക്കത്ത് തുടങ്ങി കുറെ ആൾക്കാർ ഇവിടെ വന്നു. പ്രസിദ്ധമായ 2 ഗോത്രങ്ങൾ, ഔസ് ഖസറജ്. സൂറത്തു ആലു ഇമ്രാൻ, എന്താ പറയാ സൂറത്തിന്? ചിലർക്ക് ആലി ഇമ്രാൻ എന്ന് പറയും. അങ്ങനെയല്ല, ആലു ഇമ്രാൻ. ആലു ഇമ്രാൻ 103-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും കേട്ടു പരിചയമുള്ളതായിരിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. എന്താ അർത്ഥം? ഏതാണ്ട് ഹബ്ലുള്ള, അള്ളാഹുവിന്റെ കയറ്. അള്ളാഹുവിന്റെ കയറ് എല്ലാവരും ഒരുമിച്ച് മുറുകെ പിടിക്കണം. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, ഭിന്നിക്കരുത്. വദ്കുറു, നിങ്ങൾ ഓർക്കണം, ഇത് കുന്തും അഅദാഅൻ, നിങ്ങൾ ബദ്ധശത്രുക്കളായിരുന്നു. ഇത് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ ഇണക്കി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനൻ, അവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെല്ലാവരും സ്നേഹിതന്മാരായി, സഹോദരങ്ങളായി മാറി. വകുന്തും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാർ, നിങ്ങൾ നരകക്കുഴിയുടെ വക്കിലായിരുന്നു. ഫഅൻഖദക്കും മിൻഹ, അങ്ങനെ അള്ളാഹു നിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചു. നിങ്ങൾ എവിടെയായിരുന്നു? കുന്തും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാർ, ഒരു നരകക്കുഴിയുടെ വക്കിലായിരുന്നു. അങ്ങനെ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി. അള്ളാഹു അക്ബർ. നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ, അതാണ് ഔസിന്റെയും ഖസറജിന്റെയും ചരിത്രം. അതാണ് യസ്രിബിന്റെ ചരിത്രം. ചോരയുടെ, വൈരാഗ്യത്തിന്റെ, പോരാട്ടത്തിന്റെ, പ്രതികാരത്തിന്റെ, ദേഷ്യത്തിന്റെ, കോപത്തിന്റെ മാത്രം ചരിത്രം. അവര് ഇടക്കൊന്ന് ഇണങ്ങി. കുറച്ചു കാലമൊക്കെ അവര് ദുർബലമായ കാലത്ത്, അങ്ങനെ ഉണ്ടല്ലോ, കുഴങ്ങിയാലൊന്നും ആരെങ്കിലും ഒന്ന് പിടിക്കാൻ തോന്നുമല്ലോ, അങ്ങനെ പിടിച്ച്. പക്ഷെ ശക്തി പ്രാപിച്ചപ്പോൾ അവർ വീണ്ടും ആയി. അങ്ങനെ ഇവിടെ 3 ജൂതഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ 3 ജൂതഗോത്രങ്ങൾ, അവരുമായി ഇവര് സന്ധിയിലായി. ബനു ഖുറൈള, ബനു നളീർ തുടങ്ങി, ബനു ഖൈനുഖാ തുടങ്ങിയ ഗോത്രങ്ങൾ, അവരാരാണ്? ജൂതന്മാർ. ഇവർ അള്ളാഹുവെ കാക്കണേ, ഇബ്രാഹിം നബിയെ സഹായിക്കണേ, അള്ളാഹുവെ കാക്കണേ, ഈസാ നബിയെ സഹായിക്കണേ, അള്ളാഹുവെ കാക്കണേ, ഉസൈറെ രക്ഷിക്കണേ എന്നിങ്ങനെ കലർന്ന വിശ്വാസമാണ്. ഇതിനാണ് ശിർക്ക് എന്ന് പറയുക. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച തത്വസിദ്ധാന്തങ്ങൾക്കപ്പുറത്ത് ഔസ് ഖസറജ് ഗോത്രങ്ങൾ, ബനു നളീർ, ബനു ഖൈനുഖാ, ബനു ഖുറൈള ഗോത്രങ്ങൾ, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ യസ്രിബിനുണ്ടായിരുന്നത്. ഒരുപാട് കാലം അങ്ങനെ അവർ പരമ്പരാഗതമായിട്ട് കഴിഞ്ഞു പോന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ് ഈ ഗോത്രങ്ങൾ വരുന്നത്. ഇവിടെ യമനിൽ നിന്ന് കുറെ ആൾക്കാർ വന്നു, അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വന്നു.
എന്നിട്ട് ഇവിടെ താമസമാക്കി. അവരുടെ ആരാധനാരീതി അള്ളാഹു ഉണ്ട്, അതെല്ലാ ദൈവവിശ്വാസികൾക്കുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസം മിക്കവാറും എല്ലാ ദൈവവിശ്വാസികൾക്കുമുണ്ട്. ഏകം സന്തം, ഭഗവത്ഗീത പറഞ്ഞു ദൈവം ഏകനാണ്. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. ആര് പറഞ്ഞു? ബൈബിൾ പറഞ്ഞു. ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ദൈവമാണ്, ആരാധ്യനാണ്. ഖുർആൻ പറഞ്ഞു. അത് കറക്റ്റാണ്. പക്ഷേ അതിൽ ബേസ് ചെയ്തുകൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് അടുക്കാൻ ഇടയാളന്മാര്, മധ്യസ്ഥന്മാര് വേണമായിരുന്നു അവർക്ക്. ആരെയാണ് അവർ സെലക്ട് ചെയ്തത്? നല്ല നല്ല ആളുകളെയാണ്. ഈസാ നബിന്റെ പേര് 2 ഡസൻ സ്ഥലത്ത് ഖുർആനിലുണ്ട്. മറിയം റളിയല്ലാഹു അൻഹയോട് യാ വലിയത്തല്ലാഹി മറിയം അഗീസിനി, മറിയമേ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മറിയം അല്ല, നമ്മുടെ രാജ്യത്തുള്ള ഏതെങ്കിലും ഔലിയ അല്ല, ഏതെങ്കിലും തങ്ങളോ ബീവിയോ ഒന്നുമല്ല, മഹർഷിയോ മുനിയോ ഒന്നുമല്ല. പിന്നെ ആരാ? ഖുർആനിൽ ആ സൂറത്തുണ്ട്. എന്താ സൂറത്തിന്റെ പേര്? ഉറക്കെ പറയൂ. സൂറത്തു, എല്ലാരും പറയൂ, സൂറത്തു മറിയം അല്ലേ? ഈസബിന് മറിയം അങ്ങനെ അല്ലേ? അപ്പോ 2 പരമ്പരകളാണ് പ്രവാചകന്മാർക്കുള്ളത്. ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ പരമ്പര, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ. 2 ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്ഹാഖ് അലൈഹി സ്വലാമിന്റെ പരമ്പര, ഈസാ നബി വരെ എത്തുന്ന പരമ്പര. ഇമ്മത്തൻ, നാം അവരെ നേതാക്കന്മാരാക്കി. എന്ത് നേതൃത്വം? അധികാരമല്ല. യഹ്ദൂന ബി അംരിന, നമ്മുടെ കൽപ്പന പ്രകാരം ഹിദായത്തിലേക്ക് വിളിക്കുന്ന ആ ഒരു രീതിയാണ്. അപ്പോ അവർക്ക് കിട്ടിയത് നല്ല ഉയർന്ന ആളുകളെയാണ്. മക്കയിലെ മനുഷ്യന്മാരെ വിളിച്ചത്? അള്ളാഹുവേ സഹായിക്കണേ. പിന്നെയോ ഇബ്രാഹിം നബിയെ സഹായിക്കണേ. നല്ല ആളല്ലേ? ആർക്കെന്തെങ്കിലും എന്ന് പറയണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും എതിരെ പറയണ്ടോ? ഇല്ല. ആ ശിർക്കാണ് അവർ ചെയ്തത്. അള്ളാഹുവിനിൽ പങ്കു ചേർത്തത് ആരുമായിട്ടാണ്? അത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അള്ളാഹുവിന്റെ ചങ്ങാതിയാണ്, ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് യസ്രിബിനെ മദീനയാക്കി മാറ്റുമ്പോൾ തീർച്ചയായും വലിയൊരു മാറ്റം അവിടെ സംജാതമായി. വലൈക്കും സലാം പറഞ്ഞു. സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ ആയത്തിലാണ് യസ്രിബ് എന്ന വാക്ക് ഖുർആനിൽ വരുന്നത്. മദീന എന്നുള്ള വാക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മൾ സൂറത്തുൽ മുനാഫിഖൂനിൽ പറയുന്നത്, മദീനയിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ മുനാഫിക്കുകളുടെ നേതാക്കന്മാരെ നമ്മളെ പുറത്താക്കും എന്ന് യുദ്ധത്തിന് പോയ ആൾക്കാരോട് കപട വിശ്വാസികൾ പറയുന്നുണ്ട്. അപ്പോ വലൈക്കും സലാം പറഞ്ഞുള്ള സൂറത്തു തൗബയിലും മദീന എന്ന വാക്ക് പല സ്ഥലത്ത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോ വളരെ 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 കൗതുകകരമായ ചരിത്രമാണ് യസ്രിബിന് പറയാനുള്ളത്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനം തുടങ്ങി എവിടെ? മക്കയിൽ. അവിടെ എന്താണ് ഒരു നബി വരേണ്ട ആവശ്യം? കഅബാലയമുണ്ട് അല്ലേ? അവിടെ നിസ്കാരമുണ്ട്, അവിടെ ഹജ്ജുണ്ട്. ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക ലാ ശരീക ലക ലബൈക് തുടങ്ങിയ തൽബിയത്ത് അവിടെ അബൂജഹൽ ഹാജി അടക്കം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഒരു കഷ്ണം അധികമുണ്ട്. ഇല്ലാ ശരീക്കൻ, ഒരു തരത്തിലുള്ള പങ്കാളി ഉണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു പങ്കാളി ഉണ്ട്, ഒരു തരത്തിലുള്ള പങ്കാളി. ഹുവലക്ക, അവൻ നിന്റേതാണ്. തംലിക്കുഹു, ആ ആളുടെ പരമാധികാരി നീയാണ്. അപ്പൊ പരമാധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ്. ആര് പറയുന്നു? അവിടുത്തെ മുശ്രിക്ക് പറയുന്നു. അപ്പൊ എന്താ പിന്നെ ആവശ്യം? അള്ളാഹുവിനോട് അടുക്കണം. അതിന്റെ ആവശ്യം എന്താണ്? പാപങ്ങളാണ്, എത്തൂല. അപ്പൊ അതിനെ ആരെ പിടിക്കണം? ഏതെങ്കിലും ലോക്കലായ ആൾക്കാരല്ല, ടോപ്പിലെ പിടിച്ചത് അവര്. ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്. ഇവർ ആര്? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഈസാ നബി, മറിയം ബീവിയൊക്കെ ഞങ്ങളുടെ ശുപാർശകരാണ്. എവിടേക്ക്? അള്ളാഹുവിലേക്ക്. നല്ല കാര്യല്ലേ? അള്ളാഹു പറഞ്ഞു ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശുപാർശ മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ ശുപാർശ വേണ്ടേ?
ആ ഖിയാമത്ത് നാളിൽ എത്ര ഇവിടുത്തെ ശുപാർശയൊക്കെ നമ്മൾ മന്ത്രിമാരെ കൊണ്ടും MLA-മാരെ കൊണ്ടും നേതാക്കന്മാരെ കൊണ്ടും ഒക്കെ കഴിക്കും അല്ലെ. അവിടുത്തെ ശുപാർശ 14 തരമുണ്ട്. പേനി നോട്ട് ബുക്കുള്ള ആൾക്കാരൊന്ന് എഴുതിക്കൊളി, മൊബൈലൊന്ന് പിടിച്ചോളി എല്ലാവരും. ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് മൊബൈൽ പിടിക്കും ഫുള്ളായിട്ട്. എന്താ പറയണത്? 14 തരം ശുപാർശയുണ്ട്. അതിൽ ഏറ്റവും വലിയ ശുപാർശ ആരുടേതാണ്? ആരുടേതാ പറയൂ, ആരുടേതായിരിക്കും? കാരണം ആലോചിച്ചാൽ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഷ്ഫാഅത്തുൽ ഉളുമ. പക്ഷേ അതിന്റെ ഗൗരവം നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം സ്വർഗത്തിലേക്കുള്ളവരെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ളവരെ നരകത്തിലേക്കും ആക്കണേ എന്നാണ് റബ്ബിനോട് സുജൂദിൽ കടന്ന്, കാലം എത്രയോ സുജൂദിൽ കടന്നിട്ട് സമ്മതം കിട്ടുമ്പോ പറയേണ്ടത്. അതിപ്പോ എന്താ പറയാണ്ടോ? ഉണ്ട്. കാരണം എന്താ, നൂറ്റാണ്ടുകളായി, ലക്ഷക്കണക്കിന് കൊല്ലങ്ങളായി, ആയിരക്കണക്കിന് കൊല്ലങ്ങളായി, എത്രയെന്നറിയില്ല, ആൾക്കാരിങ്ങനെ വെയിലത്ത് നിൽക്കുകയാണ്. അങ്ങനെയാണ്. അപ്പൊ ഈ ശുപാർശകളെല്ലാം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അന്ത്യനാളിൽ. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? ഇല്ലാഹി ശഫാഅത്തു ജമീഅ, ശുപാർശ മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്. അപ്പൊ ആരോടാ പറയേണ്ടത്? അള്ളാഹുവിനോട്. സൂറത്തുൽ ബഖറയിൽ 255-ാമത്തെ ആയത്ത് എന്താ? ആയത്തുൽ കുർസിയാണ്. ഒന്ന് ഓദിക്കേ. അള്ളാഹു ഓക്കെ, എല്ലാവർക്കും അറിയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആ ആയത്തുൽ കുർസിയിൽ പറയുന്ന മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാന്റെ കൽപ്പന പ്രകാരം അവന്റെ അടുക്കൽ ശുപാർശ പറയാൻ ആരാ ഉള്ളത്? ആരോ കൽപ്പന പ്രകാരം അല്ലാതെ ആരെങ്കിലും ഉണ്ടാവോ? ഞാൻ പറഞ്ഞോളാം, അതൊക്കെ ഞാൻ ഏറ്റു, നിങ്ങൾ വന്നാൽ മതി എന്ന് ആരെങ്കിലും പറയോ? ഏതെങ്കിലും ഒരാൾ പറയോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിങ്കൽ ശുപാർശക്ക് തേടണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവോട് ഇസ്തിഗാസ ചെയ്യണം. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തുടങ്ങി വെച്ചു. അങ്ങനെയാണ് പിന്നെ യസ്രിബിലേക്ക് ആളെ വിടുന്നത്. ആരെയാ വിട്ടത്? മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. എന്താ പേരെന്ന് പറഞ്ഞേ? മിസ്അബ്. നമുക്ക് ഇനി ഓർമ്മ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. കാരണം ഈ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? മുസ്അബ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു അല്ലെ. അവിടുത്തെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു, അടിച്ചു വീശുന്ന സുഗന്ധമാണ്, സമ്പന്നനാണ്, ഇടക്കിടക്ക് വസ്ത്രം മാറും, ഉമ്മ വലിയ മുതലാളിച്ചിയാണ്, പൊന്നുപോലെ നോക്കി. ആ മനസ്സിലേക്കാണ് ഇസ്ലാം മതം കടന്നു വരുന്നത്. സമ്പത്തോ സൗകര്യമോ സ്വാധീനമോ ഒന്നും തടഞ്ഞില്ല, സ്വകാര്യമാക്കി വെച്ചു. ഉമ്മ പോലും അറിഞ്ഞിരുന്നില്ല. ഉമ്മ അറിഞ്ഞപ്പം നല്ല അടി കൊടുത്തു, പുറത്താക്കി, ഒരു പൈസയും തരൂലാറും ഒക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ ആള് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പിന്നെ അയാളുടെ ജീവിതം പെരുവഴിയിലായി. സമ്പത്തൊക്കെ പോയി, വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ആ മനുഷ്യനെയാണ് നമ്മുടെ ഈ മദീന നന്നാക്കാൻ, മദീന ഉണ്ടാക്കാൻ അയച്ചത്. വലൈക്കും അസ്സലാം. ആ ആളെയാണ് മദീന ഉണ്ടാക്കാൻ വേണ്ടി അയച്ചത്. അദ്ദേഹമാണ് മദീനയുടെ ശില്പി. യസ്രിബിൽ നിന്നും മദീനയിലേക്കുള്ള മാറ്റമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ തുടങ്ങിയത്? മക്കയിൽ തുടങ്ങി. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചു. അള്ളാഹുവെ സഹായിക്കണേ, ഇബ്രാഹിം നബിയെ സഹായിക്കണേ എന്നുള്ളത് നിർത്തിയിട്ട് അള്ളാഹുവെ സഹായിക്കണേ എന്നാക്കി. എല്ലാ സഹായത്തേട്ടവും, എല്ലാ ഇസ്തിഗാസയും ആരോടാക്കി? അള്ളാഹുവോടാക്കി. അപ്പൊ എന്തായി? തൗഹീദ് ഉണ്ടായി. എന്താ തൗഹീദ്? ഒറ്റയാക്കൽ. തൗഹീദുൽ ഉമ്മത്തു തൗഹീദ്. സമൂഹം ഒന്നായി. കാനന്നാസു ഉമ്മത്തം വാഹിദ, സമുദായം ഒന്നായിരുന്നു. പിന്നെയാണ് എന്ത് വന്നത്? കലർപ്പ് വന്നത്, ചളി വന്നത്. അങ്ങനെ നബിമാർ വന്നിട്ട് ഒന്നാക്കി. വീണ്ടും രണ്ടായി, വീണ്ടും ഒന്നായി, വീണ്ടും രണ്ടായി, വീണ്ടും രണ്ടായി. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം വരെ അങ്ങനെയായി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ മക്കയിൽ 360 വിഗ്രഹങ്ങളാണ്. അതിലൊന്നാരാ? ഇബ്രാഹിം നബി. ആരോടാ പറയുന്നത്? ഇബ്രാഹിം നബിനോട്. ഇബ്രാഹിം നബി ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബിംബങ്ങളെ തച്ചുടച്ചാളാണ്. എന്തിനാ ഇബ്രാഹിന്റെ അടുത്ത് പോണത്? അള്ളാഹു വേണ്ട പോരാഞ്ഞിട്ടാണോ? അല്ല. പിന്നെയോ നമ്മൾ പോരാഞ്ഞിട്ട്. അവര് പറഞ്ഞെന്താണ്? മക്കയിലെ മനുഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങൾ പോരാ, ഞങ്ങൾ പാപികളാണ്, പാവങ്ങളാണ്, അതുകൊണ്ട് ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകന്മാരാണ്. സൂറത്ത് യൂനുസ് 18-ാമത്തെ ആയത്ത്. ഇവര് ഞങ്ങളെ അള്ളാഹുവിങ്കലേക്ക് അടുപ്പിക്കും. ആര്? നമ്മുടെ നാട്ടിലെ ലോക്കൽ ആൾക്കാരൊന്നുമല്ല. പിന്നെയോ അത്യുന്നതനായ റബ്ബിന്റെ അടുക്കൽ അത്യുന്നതമായ രീതിയിൽ ജീവിച്ച, മൊബൈലൊന്ന് സൈലന്റ് ആക്കിക്കൊള്ളി, ജീവിച്ച ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നാര്? ഇസ്മായിൽ അലൈഹിസ്സലാം. ഇപ്പർ മദീനത്താര്? ഈസാ നബി അലൈഹിസ്സലാം. പിന്നാര്? മറിയം റളിയല്ലാഹു അൻഹ. ഹൗലായി, ഈ ആൾക്കാരൊക്കെ ശുഫാഉന, ഞങ്ങളുടെ ശുപാർശകന്മാരാണ്. എവിടേക്ക്?
ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക്. സുമറിലെ 3-ാമത്തെ ആയത്ത്. അപ്പോ നല്ല കാര്യകാരണ സഹിതം ആണ് അവരത്. ഒരു സെലക്ഷൻ നല്ല സെലക്ഷനാണ്. നമ്മുടെ ആൾക്കാർക്കൊന്നും അത് കിട്ടിയില്ല, മുഴുവൻ സെലക്ഷൻ. ആ ആൾക്കാർക്ക് അത് കിട്ടി, നല്ല സെലക്ഷൻ കിട്ടി. പക്ഷെ അവർ റബ്ബാണോ? അല്ല. അവർ റബ്ബാണോ? അല്ല. അവർ ഖാലിഖാണോ? അല്ല. അവർ പടച്ചോനാണോ? അല്ല. അവർ സ്രഷ്ടാവാണോ? അല്ല. പിന്നെന്താണ്? ഹുവലക്ക, അവൻ നിന്റേതാണ്. ഈ ആളുകളൊക്കെ അള്ളാഹുവെ നിന്റേതാണ്. ചംലിക്കുഹു, പരമാധികാരി നീയാണ്. വമാ മലക്, എന്തൊക്കെ അധികാരങ്ങളുണ്ടോ കഴിവുകളുണ്ടോ അതൊക്കെ ആരുടേതാണ്? നിന്റേതാണ്. നല്ല കറക്റ്റ് അല്ലേ? നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ വിശ്വാസം തന്നെയാണ് അല്ലെ? അള്ളാഹു അരുളി അങ്ങനെയല്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. അല്ലാഹു സ്വമദ്, അവൻ മാത്രമാണ് സ്വമദ് അല്ലെ? അപ്പോൾ ശുപാർശ അള്ളാഹുവിന്റെ അടുക്കലാണ്. അങ്ങനെ അവർക്കിത് മനസ്സിലായപ്പോ എന്തെന്നില്ലാത്ത വെളിച്ചം, ഒരു സ്വാതന്ത്ര്യം. കാരണം എന്താ? കുറെ ദൈവങ്ങള്, കുറെ ഇലാഹുകള്, കുറെ പൂജകള്, കുറെ ഇസ്തിഗാസകള്, കുറെ ഇബാദത്തുകള്, അതൊക്കെ നിർത്തി. പിന്നെ ഒരാളും ഇബ്രാഹിം നബിയെ കാക്കണേ, ഈസാ നബിയെ രക്ഷിക്കണേ, മറിയം ബീവിയെ സഹായിക്കണേ എന്ന് പറയേണ്ടി വന്നിട്ടില്ല. കാരണം അവർക്ക് അള്ളാഹു നിറഞ്ഞു, അള്ളാഹു കവിഞ്ഞു, അള്ളാഹു തികഞ്ഞു. അള്ളാഹു എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാറ്റിനും ഉത്തരം നൽകുന്നവൻ. അപ്പൊ പിന്നെ വേറെ ആളെ ആവശ്യമല്ലോ ഉണ്ടോ? നമ്മളൊരാളെ ശുപാർശക്ക് തരേണ്ടത് എന്താണ്? ഈ ആളെ നമ്മളെത്താത്തോണ്ടല്ലേ അല്ലേ? നമ്മൾ ആ ആളെടുത്ത് എത്താത്തോണ്ടല്ലേ? ഇതോ നമ്മളുടെ കണ്ടനാളിയേക്കാളേറെ അള്ളാഹു അടുത്തവനാണ്. കണ്ടനാടിയേക്കാളേറെ അടുത്തവനാണ്. ഹബ്ലുൽ വരീദ്, കഴുത്തിലെ ഞരമ്പിനേക്കാൾ റബ്ബ് നമ്മളോട് അടുത്തവനാണ്. രണ്ടിനിടയിൽ ഒരാളെ തിരികെ വെക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. അത് ബഗ്ദാദിലല്ല, അത് യമനിലല്ല, അത് നാഗൂറിലല്ല, അത് അജ്മീറിലല്ല, അത് ഏർവാടിയിലല്ല. പിന്നെയോ അള്ളാഹു നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്തെന്നില്ലാത്ത കുളിർമ സത്യവിശ്വാസികൾ അനുഭവിച്ചു. അതോടുകൂടി ഇബ്രാഹിം നബിയെ സഹായിക്കണം എന്ന ഇസ്തിഗാസ എന്നേക്കുമായി ഒരക്ഷരം പിന്നെ അവർ പറഞ്ഞില്ല. ഖുർആനിൽ എത്ര ആയത്തുണ്ട് മക്കളെ? ഒന്ന് പറഞ്ഞേ. ഖുർആനിൽ എത്ര ആയത്തുണ്ട്? ഒന്നുകൂടി ഉറക്കം പറയും. 6236 ഉള്ളൂ. 6236. എത്ര വാക്കുകളുണ്ട് ഖുർആനിൽ? 77. ഒന്ന് നോട്ട് ചെയ്യണേ. 77,934. എത്ര അക്ഷരങ്ങളുണ്ട്? 3,23,651. ഇതിൽ അള്ളാ എന്നല്ലാതെ, റബ്ബി എന്നല്ലാതെ, റബ്ബന എന്നല്ലാതെ ഇബ്രാഹിം നബിയെ എന്നൊന്നില്ല, ഇസ്മായിൽ നബിയെ എന്നൊന്നില്ല, ഈസാ നബിയെ എന്നൊന്നില്ല. എന്താ ഇതിന്റെ ആവശ്യമില്ല? നമുക്ക് ഒരു മനോഹരമായ ഇസ്തിഗാസ കാണാം. എന്താണത്? സൂറത്ത് അൻഫാൽ 32-ാമത്തെ ആയത്ത്. എത്രയാ? സൂറത്ത് അൻഫാൽ 32-ാമത്തെ ആയത്ത്. ഇത് അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻകാന ഹാദാ ഹുവൽ ഹഖ്, ഇതാണ് സത്യമെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ, കല്ലിന്റെ മഴ പെയ്യിച്ചോ എന്ന് ഒരു പ്രാർത്ഥന. നല്ല പ്രാർത്ഥനയല്ലേ? ആരോടാ പറഞ്ഞത്? അല്ലാഹുമ്മ. ആരോട്? അല്ലാഹു. ഇതാരതാ? മക്കത്തെ മുശ്രിക്കിൻ്റെതാ. ബദർ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് എന്ന് പറയപ്പെടുന്നു. ഹാക്കിം 3-ാം വാള്യം 2-ാം വാള്യം 129-ാമത്തെ പേജിൽ അബൂജഹലിന്റെ പ്രാർത്ഥന. ഹാദൽ ബൈത്തുടയോനെ, ഇറയോനെ, ഹാദൽ ബൈത്തുടയോനെ. അല്ലാഹു. ഇതാ 2 സംഘങ്ങൾ, അതിലൊന്ന് സത്യത്തിലാണ്. അതേതാ സത്യത്തിൽ? അത് നിനക്കറിയാം. ആ സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കണേ. ആമീൻ പറയാൻ തോന്നുന്നില്ലേ? ആരോടാ? റബ്ബിനോടാ അല്ലേ? അപ്പോ പിന്നെന്തിനാ യുദ്ധം നടന്നത്? അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇബ്രാഹിം നബി വേണം, ഇസ്മായിൽ നബി വേണം എന്ന് അവര് വേണ്ട, അള്ളാഹു തന്നെ മതി എന്ന് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആനില് ഈ 6236 ആയത്തുകളിൽ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, 6236 ആയത്തുകളിൽ 165 ഇസ്തിഗാസകളുണ്ട്, 125 പ്രാർത്ഥനകളുണ്ട്. അള്ളാഹുവിനോട് സഹായം തരുന്ന അതെല്ലാം അള്ളാഹുവോട് മാത്രം. ഒന്നുപോലും, മരുന്നിന് പോലും അള്ളാഹു അല്ലാത്ത ആരോടും ഇല്ല. കാരണം എന്താ? അതിന്റെ ആവശ്യം വരുന്നില്ല. ഇയ്യാക നഅ്ബുദു, ബാക്കി പറഞ്ഞോളൂ, വഇയ്യാക നസ്തഈൻ. അപ്പൊ അങ്ങനെ യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ യുസ്തഗാസു ബി, എന്നോടല്ല ഇസ്തിഗാസ ചെയ്യേണ്ടത്, യുസ്തഗാസു ബില്ലാ, അള്ളാഹുവോടാണ്. കാരണം അള്ളാഹു എല്ലാം തികഞ്ഞാണ്, വലിയ മുതലാളിയാണ്, കൊടുക്കാൻ ഇഷ്ടം പോലെ അവൻ റെഡിയാണ്. എല്ലാവരും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഓരോരുത്തരും അവൻ ആവശ്യമുള്ളത് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുത്താലും, കടലിൽ ഒരു നൂൽ കഷ്ണം മുക്കിയാൽ ആ നൂൽ കഷ്ണത്തിൽ പറ്റിപ്പിടിക്കുന്നത് മാത്രമേ
അത്രേ കുറയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വലിയ മുതലാളിന്റെ അടുത്ത് എത്ര ഉണ്ട്? ഒരാൾ ചോദിക്കുകയാണ് ഒരു 10 കാർ വേണം, കൊടുത്ത്. ഒരാൾ പറയാം 1000 കാർ, കൊടുത്ത്. എല്ലാവർക്കും ആവശ്യമുള്ളതൊക്കെ കൊടുത്താലും അള്ളാഹുവിന്റെ അടുക്കൽ ബാക്കിയാണ്. ഈ മഹാനായ അല്ലാഹു അക്ബർ, പറയൂ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമുക്ക് ഇതാ കിട്ടിയത്. നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് കിട്ടിയത്. അള്ളാഹുവെ ആരാധിക്കാൻ, അവനോട് ദുആ ചെയ്യാൻ, അവനോട് ഇസ്തിഗാസ ചെയ്യാൻ. അപ്പോ മക്കയിലുള്ള മനുഷ്യന്മാര് എല്ലാവരും അതൊക്കെ നിർത്തിവെച്ചു. പിന്നീട് അവരുടെ ചരിത്രത്തിൽ എവിടെയും ഒരിക്കൽ പോലും അവർ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇബ്രാഹിം നബിയെ സഹായിക്കണേ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ, മദീനക്കാർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അങ്ങനെ മക്കയിൽ ഉള്ള ദൗത്യം കുറെ ആയപ്പോഴാണ് അവിടെ കൊണ്ടുപിടിച്ച പ്രശ്നങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടിപിടി, ബഹളങ്ങൾ, കൊലപാതകം, അക്രമങ്ങൾ, തെറിവിളികൾ, ശകാരങ്ങൾ എല്ലാം. അപ്പോ ത്വായിഫിൽ പോയി, അവിടുന്ന് തല്ല് കിട്ടി, എല്ലാം കിട്ടി. അപ്പൊ അതിൻ്റെ ഇടയിലാണ് മക്കയിലേക്ക് മദീനയിൽ നിന്ന് ഹജ്ജിന് വന്ന കുറച്ച് ആളുകളെ, 12 ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. അവരോട് ഈ നല്ല ശുദ്ധമായ തെളിമയാർന്ന ലളിതസുന്ദരമായ മധുരമനോഹരമായ തൗഹീദ് അങ്ങ് പറഞ്ഞപ്പോ അവർക്ക് വേഗം മനസ്സിലായി. അടുത്ത വർഷം 70-ലധികം ആളുകളുമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഒന്നാമത്തെ അഖബ ഉടമ്പടി ഉണ്ടായി, രണ്ടാമത്തെ അഖബ ഉടമ്പടി ഉണ്ടായി. കൂടെ ആരാണ്ടെന്ന് അറിയൂ? കാഫിറായ മുശ്രിക്കായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. തൊടാൻ പാടില്ല, ഓനായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കും. അങ്ങനെയൊന്നല്ല, മനുഷ്യന്മാരാണ്. എല്ലാ മനുഷ്യന്മാരുമായി നമുക്കൊരു ബന്ധമുണ്ട്, ഇല്ലേ? അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ആരെ കൂടെ പോയത്? കരാർ എഴുതാൻ വേണ്ടി പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന്, അങ്ങനെ ആണ് മദീനയിലേക്ക് വരാനുള്ള കരുക്കൾ ഒരുക്കുന്നത്. അതിനു മുമ്പ് എന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ യസ്രിബിനെ മദീനയാക്കാൻ, മദീനയുടെ ശില്പിയാകാൻ, മദീനയുടെ നിർമ്മാതാവാകാൻ റബ്ബിന്റെ സഹായത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത് ആരെയാണ്? നേരത്തെ ഒരു പേര് പറഞ്ഞു, ഉറക്കെ പറയൂ. മുസ്അബ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു അല്ലെ? സമ്പന്നനാണ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം നബിയോട് സാദൃശ്യമുള്ള ആളാണ്, അതീവ സുന്ദരനാണ് അല്ലെ? അങ്ങനെ അദ്ദേഹം മദീനയിൽ വന്നു. മദീനയിൽ വന്നിട്ട് അദ്ദേഹത്തിന് 2 കനികളെ കിട്ടി. ഒന്ന് ഉസൈദ് റളിയല്ലാഹു അൻഹു, 2 അസ്അദ് റളിയല്ലാഹു അൻഹു. ഉസൈദിനും അസ്അദിനൊക്കെയുള്ള പ്രത്യേകത എന്തറിയോ? മദീനയിലെ എല്ലാ വീടുകളും അറിയാം. മദീനയിലെ ഒരു സമ്പന്നമായ തറവാട്ടുകാരായ പ്രബല ശക്തിയാണ്, ഗോത്രനായകന്മാരാണ്. അപ്പോ അവരെ ആണ് ആദ്യം മുസ്ലിം ആയത്. എല്ലാ ദിവസവും 1-2 ആൾക്കാർ മുസ്ലിം ആകുകയാണ്. മുസ്ലിം ആകുമ്പോൾ ഇമിറ്റേഷൻ മുസ്ലിം അല്ല, വളരെ വലിയൊരു മാറ്റമാണ്. ഇബ്രാഹിം നബിയെ സഹായിക്കണേ എന്ന് നിർത്തിയിട്ട് അള്ളാഹുവെ സഹായിക്കണേ എന്നാക്കുമ്പോൾ കഅബാലയത്തെ വിഗ്രഹങ്ങളൊന്നും പിന്നെ സമീപിക്കുന്നില്ല. മദീനയിൽ ഈസാ നബിയെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ, മറിയം ബീവിയെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ അതൊക്കെ നിർത്തിവെക്കുമ്പോൾ ആ വലിയ ഗോത്രങ്ങളുടെ മുഴുവൻ ശത്രുത ഏറ്റുവാങ്ങേണ്ടി വരും. ചില്ലറ കാര്യമല്ല, വെറും ഒരു പേരുമാറ്റമോ ഒരു മതം മാറ്റമോ ഒന്നുമല്ല. ഒരു തൊപ്പിടിക്കലോ താടി ഇടിക്കലോ മാത്രമല്ല, അതൊക്കെ ഉണ്ടാകും. അതിലപ്പുറമുള്ളത് ഈ വലിയ മാറ്റമാണ്. ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക്, കുഫ്റിൽ നിന്ന് ഇസ്ലാമിലേക്ക്, നരകത്തിൽ നിന്ന്, എന്നേക്കുമുള്ള നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക്. ഒരൊറ്റ പ്രാവശ്യം ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിച്ചാൽ, ഒറ്റ പ്രാവശ്യം, പിന്നെ ഒരിക്കലും വിളിച്ചിട്ടില്ല, പിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിലും ആ ആൾ നരകത്തിന് രക്ഷപ്പെടുന്ന പ്രശ്നമേയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്, ലൈൻ അശ്റക്ത ലഹബത്തൻ അമലുക, സൂറത്ത് സുമർ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു അരുളി, ശിർക്ക് ചെയ്താൽ തീർച്ചയായും അമലുകളൊക്കെ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. മാഇദ 72, ലൈൻ അശ്റക്ത ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം ഹറാം. അല്ലാഹു അക്ബർ. അങ്ങനെ ഈ ഉസ്താദ്, മദീനയിൽ വന്ന ഉസ്താദ്, ഈ ഉസൈദും കൂടി എല്ലാ വീടുകളിലും ഇറങ്ങി. ഓരോ ദിവസം ഓരോ ആൾക്കാർ, ഓരോ കുടുംബങ്ങൾ ഇസ്ലാം ആവുകയാണ്. അങ്ങനെ അവിടെ ജുമുഅ ആരംഭിച്ചു. അദ്ദേഹം ഖുതുബ നിർവഹിച്ചു. മുസ്അബ് റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ആ രാജ്യത്തുണ്ടായി. അതൊക്കെ മണ്ണൊരുക്കി കഴിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ വരാനുള്ള മണ്ണൊരുക്കുകയാണ്.
അങ്ങനെ യസ്രിബ് എന്ന പേര് മാറി. മദീനയാകുമ്പോൾ വലിയൊരു മാറ്റമുണ്ടായി. ഇസ്ലാമിലെ ആദ്യത്തെ അംബാസഡറാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. ആദ്യത്തെ അദ്ദേഹത്തിന് വേറൊരു പേരുണ്ടായിരുന്നു, മുക്രി. ഖിറാത്ത് എന്നർത്ഥം, ഖിറാത്ത് പറയൂ, ഖിറാത്തിന്റെ അർത്ഥം ഖുർആൻ. ഖുർആൻ പാരായണം. അപ്പൊ എല്ലാവർക്കും ഖുർആൻ ഓതി കൊടുക്കണം. നമുക്ക് പറയാനുള്ളത് ഖുർആനാണല്ലോ, അല്ലെ? വേറെ ഏതെങ്കിലും പാട്ടുകളോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഇസ്ലാമിനെ പറ്റി പറയാനുള്ളത് ഖുർആനാണ്, അല്ലെ? ആ ഖുർആനിൽ എന്താ പറയുന്നത്? ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, അല്ലെ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, സൂറത്തു ജിന്ന് 20-ാമത്തെ ആയത്തിൽ, ഞാൻ എന്റെ റബ്ബിനോടേ ദുആർക്കുള്ളൂ, വലാ ഉശ്രികു, ശിർക്ക് ചെയ്യൂല. ഇയ്യാക നസ്തഈൻ, ഞാൻ നിന്നോടേ ഇസ്തിഗാസ ചെയ്യുള്ളൂ. ഇത് തസ്തഗീസുന റബ്ബക്കും, അൻഫാലിലെ 9-ാമത്തെ ആയത്ത്, ഇത് തസ്തഗീസുന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. അങ്ങനെ എല്ലാം കലങ്ങി തെളിഞ്ഞു. മുസ്അബ് റളിയല്ലാഹുവിന്റെ സന്ദേശത്തിൽ ഓരോ ആളുകളും, മിക്കവാറും എല്ലാ ആളുകളും തന്നെ ഇസ്ലാമായി എന്ന് പറയാം. മദീനയിൽ വളരെ കുറച്ച് മാത്രം ആൾക്കാരെ ഇസ്ലാമാകാത്തുള്ളൂ. അങ്ങനെയായി മാറി. അപ്പോൾ രണ്ടാമത്തെ അഖബ ഉടമ്പടിയുടെ സമയത്ത് വളരെ വേദനാജനകവും വികാര നിർഭരവുമായ ഒരുപാട് രംഗങ്ങൾ ഉണ്ടായി. ഹത്താ മത്താ നത്രുകു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യതൂഫ് ബി ജിബാലി മക്കത്ത വയഖാഫ്, പേടിച്ചരണ്ട് ഈ മക്കയുടെ മലമടക്കുകളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന റസൂലിനെ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമ്മൾ വിടുക? അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോ അഖബ ഉടമ്പടി തയ്യാറായി. എന്താണ്? ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ റസൂലിനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, അനുസരിച്ചോളാം. അങ്ങനെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര. 480ഓളം കിലോമീറ്റർ. ഇന്ന് ബസ്സിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ കാറിലോ ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തണുപ്പ് പോരാ, ചൂടധികം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലരൊക്കെ ആവലാതിപ്പെടുമ്പോൾ അതാ 6-7 ദിവസം, 7-ാമത്തെ ദിവസമാണ് ഇവിടെ എത്തുന്നത്, ഖുബായിലെത്തുന്നത്. ആ ഭയാനകമായ സന്ദർഭങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അബൂ സലമ റളിയല്ലാഹു അൻഹും ഇറങ്ങുമ്പോ 2 ഗോത്രക്കാരും, ഇവരെ 2 കുടുംബക്കാരും, ഭാര്യയുടെ കുടുംബവും ഭർത്താവിന്റെ കുടുംബവും കൂടി കുട്ടിയെ പിടിച്ചു വലിക്കുകയാണ്. കൈ പൊട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി, കൈ വേർപെടുന്ന അവസ്ഥയിലെത്തി. കുട്ടിയെ അവർ കൊണ്ടുപോയി. അബൂ സലമയെ വിട്ടു, ഉമ്മു സലമ അവിടെ ബാക്കിയായി. എത്രമാത്രം ദയനീയമായ രംഗങ്ങളാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ മദീനയിൽ എത്തുകയാണ്. അങ്ങനെ യസ്രിബ് മദീനയാവുകയാണ്. നമ്മളെ വിഷയം എന്താണ്? യസ്രിബ് മദീനയായപ്പോൾ, അപ്പോ മദീനയാവുകയാണ്. ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ്? ജുമാ നടത്തി. മസ്ജിദുൽ ജുമാ നിങ്ങൾക്കറിയാം. പിന്നെ ഖുബാ ഉണ്ട്, അതാണ് ആദ്യത്തെ മസ്ജിദ്, അതും അറിയാം. പിന്നെ അവിടെ താമസിച്ച രംഗങ്ങളൊക്കെ. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. താമസിക്കുമ്പോ ഒരു ചെറിയ മാളികയാണ്, മണ്ണ് പലക, ഇല്ലേ? പിന്നെ മുകളിൽ താമസിക്കുന്ന കുടുംബം, താഴെ നബിയും. അവിടെ വെള്ളം ചിന്തിപ്പോയി. ചിന്തിയ വെള്ളം മുഴുവൻ താഴേക്ക് ഒലിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്ക്. അങ്ങനെയൊക്കെ ഒരുപാട് രംഗങ്ങൾ. ആ കഥകളൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നത്. നമ്മളെ വിഷയത്തിന്റെ മർമ്മം മദീനയുടെ മാറ്റമാണ്, അല്ലെ? അപ്പോ മസ്ജിദ് ഉണ്ടാക്കണം. ആദ്യത്തെ പരിപാടി എന്താ മക്കളെ? വീടല്ല, പിന്നെയോ മസ്ജിദാണ്. നമുക്ക് നിസ്കരിക്കാൻ മസ്ജിദ് ഉണ്ടോ നമ്മളെ വീടിന്റെ പരിസരത്ത്? ഉമ്മയും പെങ്ങളും ഭാര്യയും ഭർത്താവും ആങ്ങളയും മകനും പോയാൽ ആ സ്ത്രീകൾ മടങ്ങേണ്ടി വരുമോ നിസ്കരിക്കാതെ? ഇവിടെയോ മടങ്ങേണ്ടി വരില്ല. കാരണം മസ്ജിദ് അള്ളാഹുവിൻ്റെതാണ്. വാനൽ മസാജിദ് ലില്ല, അള്ളാഹുവിനുള്ളതാണ് മസ്ജിദുകളൊക്കെ, അല്ലെ? ഖൈറു സുഫൂഫിൻ നിസായി, സ്ത്രീകളുടെ ഏറ്റവും പുണ്യമേറിയ സഫ്, മുസ്ലിമിലെ 440-ാമത്തെ ഹദീസ്. അപ്പോ മടങ്ങേണ്ടി വരാത്ത മസ്ജിദ്, അല്ലെ? മസ്ജിദ് ഉണ്ടാക്കണം. അതിനെന്താ വേണ്ടത്? സ്ഥലം വേണം. സ്ഥലം കണ്ടെത്തി. അതാരതാ? 2 കുട്ടികളുടെ ഇതാണ്. ബാപ്പ മരിച്ച 2 കുട്ടികളാണ്. ആ പേരറിയോ? നോട്ട് ചെയ്യണേ. സഹില്, സുഹൈല്. എന്താ പേര്? സഹില്, സുഹൈല്. അവര് പറഞ്ഞു ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും. ഇല്ല, സമ്മതിക്കൂല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് എന്താ കൊണ്ടെന്ന് അറിയൂ? ആട്ടിൻപറ്റങ്ങളെയും മുന്തിരിത്തോപ്പുകളെയും ഒട്ടകക്കൂട്ടങ്ങളെയും എല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് മനുഷ്യന്മാരൊക്കെ പോരുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൊണ്ടുവന്നിരുന്നു. എന്താണ്? മസ്ജിദ് ഉണ്ടാക്കാനുള്ള സ്ഥലത്തിന്റെ ക്യാഷ്. ഒരു മസ്ജിദ് ഉണ്ടാക്കാൻ എത്ര ക്യാഷ് വേണം? 500 രൂപ മതി ഒരു മസ്ജിദ് ഉണ്ടാക്കാൻ. 500 രൂപയ്ക്ക് മസ്ജിദ് ഉണ്ടാക്കിയ ആളാണ് ഈ സംസാരിക്കുന്നത്. എത്ര? 500 രൂപക്ക് 4 കാല് വെക്കുക, ഒരു ഷീറ്റ് ഇടുക.
കഴിഞ്ഞു. അൽഹംദുലില്ലാ, അരമണിക്കൂർ കൊണ്ട് നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്യാഷ് കൊടുത്തു, ആ സ്ഥലം വാങ്ങി, കട്ട ചുമന്ന് എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മസ്ജിദ് ഉണ്ടാക്കി. അപ്പോ യഥരിബിനെ മദീനയാക്കുമ്പോൾ ആദ്യത്തെ അസ്ഥിവാരം എന്താണ്? മസ്ജിദുൻ നബവിയാണ്. എന്നിട്ട് 1000 നിസ്കാരത്തിന്റെ പ്രതിഫലം. അങ്ങനെ ഹയ്യ അല സ്വലാത്ത്. അതിന് മുമ്പ് എന്താണ്? ടീ വേണോ, ബ്യൂഗിള് വേണോ, ബെല്ല് വേണോ, ഇങ്ങനെയുള്ള പല ജാതി ഉണ്ടായി. എന്തിന്? ബാങ്കിന് പകരം. അവസാനം 2 സഹാബിമാർ സ്വപ്നം കണ്ടു. ആ സ്വപ്നം അള്ളാഹു കാണിച്ചു കൊടുക്കുന്നതാണ്. വലിയ മഹത്തായ രീതിയാണ് സഹാബിമാർക്കുള്ളത്. വലിയ മഹത്തായ കാര്യമാണ്, ഗൗരവതരമായ പദവിയാണ് ആർക്കുള്ളത്? സഹാബിമാർക്കുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് നിശ്ചയിച്ചു? ബാങ്ക് വിളിയാണ് നിശ്ചയിച്ചത്, ആളുകളെ ക്ഷണിക്കാൻ. മനുഷ്യർ തന്നെ മനുഷ്യരെ വിളിക്കട്ടെ. മറ്റു പലതും ഉപകരണങ്ങളാണ്, തീയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളാ. ഇസ്ലാമോ അത് ഒരു വിളി. എന്താ വിളിക്കുന്നത്? ഹയ്യ അല സ്വലാത്ത്. ആദ്യമായി മസ്ജിദിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മണി മുഴങ്ങിയപ്പോൾ, എന്താ ശബ്ദം മുഴങ്ങിയപ്പോൾ? മണിയച്ച അല്ല, മണിനാദം, കിളിനാദം അല്ല, ഗൗരവതരമായ ശബ്ദം ഉയർന്നപ്പോൾ ആ വീടുകളിൽ നിന്ന്, കുടിലുകളിൽ നിന്ന്, കൊട്ടാരങ്ങളിൽ നിന്ന് ആണും പെണ്ണും മക്കളും പേരമക്കളും വല്യമ്മയും എല്ലാവരും മസ്ജിദിലേക്ക് ഒഴുകിയെത്തിയ രംഗം. അങ്ങനെ സുബഹി മുതൽ 5 നേരത്തെ നിസ്കാരം സ്ഥാപിതമാവുകയാണ്. അങ്ങനെ ഒരു വിളക്കായി, വിളക്കുമാടമായി, ഒരു ലൈറ്റ് ഹൗസായി മസ്ജിദുൻ നബവി മാറുകയാണ്. അവിടെ നിന്ന് ഏറ്റവും മനോഹരമായ, ഏറ്റവും മഹനീയമായ, ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വാക്കുകളാ കേൾക്കുന്നത്. ഏറ്റവും ആരാണ്? അള്ളാഹുവാണ്. അതാണ് പറയുന്നത് അല്ലേ? പല ആളുകളും പല കേന്ദ്രങ്ങളും നമ്മൾ കേൾക്കുന്നത് മറ്റുള്ളവരുടെ മഹത്വമാണ്. നമുക്കറിയോ അയാളുടെ മഹത്വം, അവരുടെ മഹത്വം, ആളുടെ മഹത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ സംസാരിക്കാറുണ്ട്. അള്ളാഹു പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ മഹത്വമാണ് അല്ലേ? അപ്പോ ഈ കഥകളൊക്കെ, നബിമാരുടെ പേരിലുള്ള മോചിതത്തുകളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള നബിമാരുടെ എല്ലാം മോചിതത്തുകൾ. മോചിതത്ത് എന്താണ്? മനുഷ്യന്മാർക്കോ നബിമാർക്കോ ചെയ്യാൻ കഴിയാത്തത് അല്ലേ? ഖന്തക്ക് കുഴിക്കുമ്പോ പട്ടിണിയാണ്, 3 ദിവസമായിട്ട് പട്ടിണിയാണ്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരും പട്ടിണിയിലാണ്. അവസാനം ജഅഫർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ പോയിട്ട് ചോദിച്ചപ്പോ, ലേശം ചപ്പാത്തി വെക്കാനുള്ള ഗോതമ്പുണ്ട്, പൊന്നുപോലെ നമ്മൾ വളർത്തുന്ന ആട്ടിൻകുട്ടിയുണ്ട്, അറുക്കെന്ന് പറഞ്ഞു. നബിയോട് സ്വകാര്യം പറഞ്ഞു ജഅഫർ റളിയല്ലാഹു അൻഹു, നബിയെ 2 ആൾക്കുള്ള ഭക്ഷണം ഉണ്ട്. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇതാ ജഅഫർ ഇതാ നിങ്ങളെയൊക്കെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. 1000-1000 ആൾക്കാരുണ്ടായി അവിടെ പണിയെടുക്കണേ. എല്ലാരും പോയി. എന്തു പറഞ്ഞു നബി എന്നറിയോ? പാത്രം അവിടെ നിന്ന് ഇറക്കി വെക്കരുത്, വെച്ചുണ്ടാക്കുന്ന പാത്രം ഇറക്കി വെക്കരുത് പറഞ്ഞു. അടുപ്പ് തന്നെയുള്ളത്. ചെന്ന് ചുട്ടോന്ന് പറഞ്ഞു. പത്തിരി ഉണ്ടാക്കി ചുട്ടൂടെന്ന് പറഞ്ഞു. എത്ര ചുട്ടിട്ടും തീരുന്നില്ല, ആകെ ലേശേ ഉള്ളൂ. ഇറച്ചി എത്ര എല്ലാവരും കഴിച്ചിട്ടും തീരുന്നില്ല. മോചിതത്താണ് അല്ലേ? ഇതൊക്കെ കേൾക്കുകയാണ് ആൾക്കാർ, കാണുകയാണ്. എന്നിട്ട് അവർക്ക് ആർക്കെങ്കിലും മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറയാൻ തോന്നിയോ? ഇല്ല, അള്ളാഹുവെ കാക്കണേ. ഈസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നു? എന്തൊക്കെ ചെയ്യുന്നു? മരിച്ചവരെ ജീവിപ്പിക്കുന്നു. ലാസറിന്റെ ശവക്കല്ലറയ്ക്കരികിൽ ചെന്ന് ഈസാ നബി പറഞ്ഞു, ലാസർ എഴുന്നേക്ക്, ഖബർ പൊട്ടിപ്പെടുന്ന ഖബറിന്ന് ആളുകൾ വരികയാണ്. അത് കേട്ടപ്പോ ഏതെങ്കിലും സത്യവിശ്വാസി ഈസാ നബിയെ കാക്കണേ എന്ന് പറയാൻ തോന്നിയോ? ഇല്ല, അള്ളാഹുവെ കാക്കണേ എന്ന് പറയാൻ തോന്നി. എന്താ കാരണം? പറഞ്ഞു കൊടുക്കുന്നത് അതേ രീതിയിലാണ്. ഉസ്താദ് എന്താ പറഞ്ഞു കൊടുക്കുക? മൊഹീദ്ദീൻ ശേഖ ആക്കണേ, ഹിഫൈ ശേഖ ആക്കണേ, ശ്രീരാമ രക്ഷിക്കണേ, മറ്റൊരു പറയും ഈസാ നബിയെ സഹായിക്കണേ എന്ന് പറയും. നേരെ മറിച്ച് നബിമാര് കൈകാര്യം ചെയ്യുമ്പോൾ എന്തായി? പൊന്നുപോലെയുള്ള ഏറ്റവും മഹനീയമായ, അതാണ് മദീനയിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ചെയ്തു. ബിംബങ്ങളും ജാറങ്ങളും ദർഗകളും മക്കാമുകളും ഇല്ലാത്ത മദീന ഉണ്ടാക്കി. അപ്പോ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു, കുരുടനെ കാഴ്ച കൊടുക്കുന്നു. ആ കണ്ണ് കാണാത്ത ഒരാളുടെ കണ്ണിലൂടെ അങ്ങനെ കൈയാണ് തടവുമ്പോഴേക്ക് കാഴ്ച. ഇതിനില്ല. ആരാ കൽപ്പന? അള്ളാന്റെ കൽപ്പനയാണ് അല്ലെ? പാണ്ഡുരോഗിയെ സുഖപ്പെടുത്തുന്നു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു അല്ലെ? എന്താണ് വീട്ടിൽ ഉണ്ടാക്കിയത്? അല്ല തസ്ലീം, എന്താന്ന് ഭക്ഷണം? എന്താന്ന് ഭക്ഷണം? ഓരോരുത്തർക്കും അറിയാലോ. അതൊക്കെ റസൂൽ അങ്ങനെ, ഈസാ നബി അങ്ങനെ പറയാം. മൂസാ അലൈഹി സ്വലാം പാറയിൽ അടിക്കുമ്പോ 12 പുഴയുണ്ടാവുകയാണ്. അത് കാണുമ്പോൾ മൂസാ നബിയെ കാക്കണെന്ന് ആർക്കെങ്കിലും പറയാൻ തോന്നിയോ? ഇല്ല. നൂഹ് അലൈഹി സ്വലാം കപ്പലുണ്ടാക്കി. ആരെങ്കിലും നൂഹ് അലൈഹി സ്വലാമിനോട് പ്രാർത്ഥിച്ചോ? ഇല്ല, അള്ളാഹുവിനോട്. കാരണം പറയുന്ന രീതിയാണ് ഇത്, അള്ളാഹുവിന്റെ കഴിവാണ്. അപ്പോ ഇതെല്ലാം
ഈ ആയത്തുകളെല്ലാം മുസ്അബ് റളിയല്ലാഹുവിന് ഇവിടെ നാട്ടുകാർക്ക് ഓതി കൊടുക്കുകയാണ്. അവര് വിറകൊള്ളുകയാണ്, അവര് മനസ്സ് കുളിർമയെഴുകുകയാണ്, അവർ ഐക്യത്തിന്റെ പാതയിലേക്ക് വരികയാണ്. അവർ അത്യുന്നതമായ വാക്കുകൾക്കാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് കേൾക്കുകയാണ്. അതോടുകൂടി അവരുടെ മനസ്സൊക്കെ മാറി. അങ്ങനെ പാകപ്പെടുത്തിയ ഈ ഭൂമികയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാഴ്ച എന്താ അതൊക്കെ അല്ലേ. എന്നിട്ട് ഇവിടെ വരുമ്പോ ഒരു വളരെ മഹത്തായ ഒരു കാര്യമുണ്ടായി. എന്താ? പകുതി ഇവിടെ മദീനക്കാർ തന്നെ പാവപ്പെട്ടവരാ, മക്കയിലുള്ള മാതിരി ബിസിനസ് ഒന്നും കൂടുതൽ ഇവിടെ ഇല്ല. മക്കാർ കുറെ ബിസിനസ് കാണും, മക്കയിൽ കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. അന്നൊന്നും മദീനയിലേക്ക് യസ്രീബിലേക്ക് ആരും വരേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ മക്കയിൽ വരുന്ന ആൾക്കാരൊക്കെ അധികം ഒന്ന് മദീന വഴി മസ്ജിദ് നബവിയിലായ ഏറ്റവും പുണ്യമേറിയ ആ നിസ്കാരത്തിലൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് പോകുന്നുണ്ട് അല്ലെ. കാണാനൊന്നുമില്ല, റൗള എന്തിനുള്ള നിസ്കരിക്കാനുള്ളതാ, കാണാനൊന്നുമില്ല. അപ്പോ മദീനയിൽ പാവപ്പെട്ട ആൾക്കാരുള്ളത്. പക്ഷേ അഭയാർത്ഥികൾ വന്നിരിക്കുന്നു, മൊനയൊടിഞ്ഞ വാളുമായി, തേഞ്ഞ ചെരുപ്പുമായി, ഒട്ടിയ വയറുമായി, കുഴിഞ്ഞ കണ്ണുകളുമായി അവരെത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് അഭയാർത്ഥികൾ. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് അല്ലെ, യാചകന്മാര്. എന്തെങ്കിലും കയ്യിലുണ്ടോ? ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് തആഹൗ, എന്നർത്ഥം നിങ്ങൾ സാഹോദര്യ ബന്ധം സ്ഥാപിക്കുക. ആ ആളും ഈ ആളും തമ്മിൽ, ആ ആളും ഈ ആളും തമ്മിൽ അങ്ങനെ സഹോദരന്മാരായി. എന്ന് വെച്ചാൽ എന്താ കഥ? പകുതി ആണ് കൊടുക്കണം, പകുതി ആണ് കൊടുക്കണം. ഒറ്റക്കാണോ? കുടുംബമുണ്ട്, ഒരു കുടുംബം ഒരു കുടുംബത്തെ. അപ്പോ നമുക്കെന്താ ചെയ്യാനുള്ളത്? സ്ഥലമുണ്ടോ ആചാരെ? സ്ഥലമുണ്ടോ? വീട്ടില് പറമ്പിൽ സ്ഥലമുണ്ടോ? 2 തുണ്ട് അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഒരു വീട് മാത്രമേ ഉള്ളൂ, വീട് മുന്നിൽ ഒരു മുറ്റം മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ പൂന്തോട്ടം മാത്രമേ ഉള്ളൂ. ആ ചെടികളുടെ പൂന്തോട്ടം പറിച്ചെറിഞ്ഞിട്ട് മനുഷ്യരുടെ പൂന്തോട്ടം ഉണ്ടാക്കുക. അപ്പൊ സൂറത്ത് ഹശ്ർ 7-ാമത്തെ ആയത്ത്, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. ഹിജറ വന്ന ആളുകളെ അവർ ഇഷ്ടപ്പെട്ടു. തെണ്ടി വന്ന ആളുകളെ, അഭയാർത്ഥികളായി ദരിദ്രന്മാരായി ഒന്നുമില്ലാത്തവരായി വന്ന ആൾക്കാരെ അവർ ഇഷ്ടപ്പെട്ടു. പരിചയമുണ്ടോ? ഇല്ല. മക്കക്കാർക്കും മദീനക്കാർക്കും പരിചയമുണ്ടോ? ഇല്ല. അക്കബയിൽ കണ്ടത് കുറച്ച് ആൾക്കാരെ മാത്രമാണ്. ഈ ആൾക്കാർ എങ്ങനെയായിരിക്കും സ്വഭാവം? അങ്ങനെ പെട്ടെന്ന് വീട്ടുകാരെ കയറ്റാൻ പറ്റൂല, അവരെ പുറത്തു നിർത്തണം, അവർക്ക് ലോഡ്ജിൽ കൊടുക്കണം എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരുടെ ലോകത്ത് ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്ക് തആഹൗ. എല്ലാവരും കമ്പനിയായി, സ്നേഹിതന്മാരായി, അല്ല സഹോദരങ്ങളായി. അപ്പോ എനിക്ക് 2 ഭാര്യ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നിനെ തലാക്ക് ചെയ്ത് തരാ എന്ന് പറഞ്ഞു. ഇവളെ വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. പിന്നെയോ എത്രയും സ്നേഹത്തിൽ കഴിയുന്ന ആൾക്കാരും, ഇയാൾക്കൊരു ഭാര്യയല്ല അതുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കും, കരല് പറിച്ചു കൊടുക്കുകയാണ്. വേണ്ടാന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മാർക്കറ്റ് കാണിച്ചേരി. അങ്ങനെ അദ്ദേഹത്തിന്റെ വടിയിൽ ലേശം നാണയങ്ങൾ ഉണ്ടായിരുന്നു. അത്ഭുതകരമായ ബിസിനസ് അദ്ദേഹത്തിന് വളർത്തിയെടുത്തു. അദ്ദേഹം 4 ഭാര്യമാരോട് മരിക്കുമ്പോൾ ചാക്ക് കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു അനന്തരാവകാശം കൊടുക്കാൻ. ദാനമൊക്കെ വേറെ. അപ്പോ ആ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചപ്പോ 2 വീടുള്ളവൻ 1 വീട് കൊടുത്തു, 1 വീടുള്ളവൻ പൗതി കൊടുത്തു, 2 മുറിയുള്ളവൻ 1 മുറി കൊടുത്തു. അങ്ങനെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 2, 3, 4, 5 സെന്റ് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരാൾക്ക് കൊടുക്കുക, കുടുംബത്തിൽ ഒരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കൂടെ 2, 3 ആൾക്കാരെ കൂട്ടിയിട്ട് 2, 3 പറമ്പുകാർ കൂടി കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം എന്ന് മാത്രമല്ല, വലം യകുൻ ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു. കിട്ടിയ സമ്പത്തിൽ അവർക്ക് യാതൊരു ആശയുണ്ടായിരുന്നില്ല. പൈസ കൊടുക്കുമ്പോൾ ഒരു പിശുക്ക് തോന്നിയില്ല, കൊടുക്കാൻ ഒരു പ്രയാസം തോന്നിയില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ ഞങ്ങൾ അനുഗ്രഹിക്കണേ. അപ്പോ അങ്ങനെ ഒരു മദീന ഉണ്ടാവുകയാണ്, അത്ഭുതത്തിന്റെ മദീന, അനിതര സാധാരണമായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മദീന. അതാണ് മർഹമത്ത്, കരുണ അല്ലെ. ഇർഹമൂ, നിങ്ങൾ കരുണ കാണിക്കിൻ. മല്ലാ യർഹം ലാ യുർഹം, കരുണ കാണിക്കാത്തവന് കരുണ കിട്ടൂല. റഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ, റഹ്മത്ത് കാണിക്കുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബ് കരുണ കാണിക്കും. അങ്ങനെ ആ പട്ടിണിയിലൂടെ പരിവട്ടത്തിലൂടെ മദീന വളരുകയാണ്. ആ മദീനയുടെ വളർച്ച ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തുകയാണ്. അപ്പോ ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തുമ്പോൾ അതിന്റെ നട്ടുവളർത്തിയ ആളാരാണ്? ആരാ? മുസ്അബ് റളിയല്ലാഹു അൻഹു ആണ് അല്ലെ. അദ്ദേഹം നട്ടുവളർത്തിയ ആ ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളർത്തി ഉയർത്തിക്കൊണ്ടു. അങ്ങനെ പല ആളുകളും അവിടേക്ക് വരികയാണ്. ഏത് കീറിപ്പറിഞ്ഞ വസ്ത്രവുമായി, അടി കിട്ടിയ, തല്ല് കിട്ടിയ, കല്ലേറ് കിട്ടിയ ചോരപ്പാടുകളുമായി അഭയാർത്ഥികൾ അങ്ങനെ എവിടേക്ക് വരികയാണ്? മസ്ജിദ് നബവിയിലേക്ക് വരികയാണ്. ചോദിക്കുകയാണ്, ഇയാളൊന്ന് ആരെങ്കിലും കൊണ്ടുപോകുമോ? അതിന് മുമ്പ് എന്ത് ചെയ്യും നബി? തന്റെ 9 വീടുകളിലും ചോദിക്കും. എത്ര ഭാര്യമാരുണ്ടായിരുന്നു അവിടെ? 11 ഭാര്യമാര്. എത്ര? 11 ഭാര്യമാർ. ഒരു പെണ്ണും അനാഥമാകരുത്, ഒരു പെണ്ണും ഭർത്താവില്ലാതിരിക്കരുത്, ഒരു കുട്ടിയും, ഒരു യത്തീം കുട്ടിയും
തലോടാൻ ഒരാളില്ലാതിരിക്കരുത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം ചെയ്തു. അവിടെയൊക്കെ പോയി ചോദിക്കും, എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോഴാണ് ചോദിക്കുന്നത്, ഒന്ന് ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ. ഒരു രാത്രി ഒരാൾ വന്നോ, അങ്ങോട്ട് ചെല്ല്, ആ വിളക്ക് കാണാൻ അവിടെ ചെല്ല്. ചെന്നാ എന്താ പറയണത്? ഞാൻ റസൂലിന്റെ വിരുന്നുകാരനാണ്. ഗസ്റ്റ് ആരെ ഗസ്റ്റാണ്? ആരെ ഗസ്റ്റാ? അഭയാർത്ഥിക്ക് എന്താ പറയാ? ഗസ്റ്റ്. തെണ്ടി വന്ന ആൾക്ക് എന്താ പറയാ? ആഭരണം ധരിച്ച പെണ്ണല്ല ഗസ്റ്റ്. താടി വലിക്കുന്ന ആളല്ല ഗസ്റ്റ്. അങ്ങനെ പൈസ ഉണ്ടല്ലോ. ബീഡി വലിക്കുന്ന ആളല്ല ഗസ്റ്റ്. ഇത് പാവപ്പെട്ട ആൾക്ക് തെണ്ടിക്കുള്ള പേരെന്താണ്? റസൂലിന്റെ വിരുന്നുകാരൻ. റസൂലിന്റെ വിരുന്നുകാരനാണോ? അല്ല. റസൂലിനെ കാണാൻ വന്നാണോ? അല്ല. റസൂലിന്റെ ബന്ധുവാണോ? അല്ല. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിലേക്ക് സ്വാഗതം എല്ലാവർക്കും. സ്വാഗതം. അപ്പോ മക്കൾക്കുള്ള, നിങ്ങൾക്കറിയാലോ കഥ, മക്കൾക്കുള്ള മാത്രം അവിടെ ഉണ്ട്. ഈ രണ്ടാൾക്കാരും പട്ടിണിയാണ്, ഭാര്യയും ഭർത്താവും പട്ടിണിയാണ്. പക്ഷെ സന്തോഷത്തോടു കൂടി ആ കുട്ടികളെ ഉറക്കാൻ പറഞ്ഞിട്ട് ഇത് എടുത്തു വെക്കാൻ പറഞ്ഞു. വിളക്കണച്ചു. എന്തിന് വിളക്കണച്ചു? ഞാൻ തിന്നുന്നില്ല എന്ന് വിരുന്നുകാരൻ അറിയരുത്. വിരുന്നുകാരൻ മാത്രം കഴിച്ചു, വീട്ടുകാരൻ പാത്രത്തിങ്ങനെ താളം കാട്ടി കഴിക്കുന്നില്ല. അങ്ങനെ മുഴുപ്പട്ടിണിയായി ആ കുടുംബം മുഴുവൻ കഴിഞ്ഞിട്ട് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് കണ്ടപ്പോ, നിന്റെ കാര്യത്തിൽ അള്ളാഹു വളരെ സന്തുഷ്ടനായിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണം. നമുക്ക് വല്ലതുണ്ടോ ചരിത്രം? ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ലോകം നമ്മളെ എന്തെങ്കിലും ചരിത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള മദീന, അതൊന്നും യസ്രിബിൽ നടക്കൂല. അതിനെന്തുണ്ടായി? ആദ്യം തൗഹീദ്. അപ്പൊ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമാണ് അല്ലേ? ആ നിലക്ക് ഇങ്ങനെ വന്നപ്പോ റബ്ബുണ്ട്, അവന് എല്ലാ കഴിവുമുണ്ട്. അപ്പോ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന, നേർച്ചയും പൂരവും മഹോത്സവവും പള്ളിപ്പെരുന്നാൾ, യാഗം, ഹോമം, താലപ്പൊലി, തെറ, അതിന്റെ കോടിക്കണക്കിന് റുപ്യൊക്കെ ലാഭമായി. അള്ളാന്ന് വിളിക്കാൻ ഒരു പൈസയും ചെലവില്ല. അപ്പൊ ഇവരെ കയ്യിൽ അതിനുള്ള അത്യാവശ്യമുള്ള പൈസ ഉണ്ടായപ്പോൾ അത് കൊടുക്കാൻ സാധിച്ചു. അപ്പൊ അവർക്ക് യാതൊരു വൈരാഗ്യം ഉണ്ടായില്ല. ആ ദൈവം ഈ ദൈവം, പരസ്പരം വർഗീയത, ജാതീയത അതൊന്നും ഉണ്ടായില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, ബിംബമില്ലാത്ത, ജാറമില്ലാത്ത, ചിത്രമില്ലാത്ത ആ സൃഷ്ടാവിനെ മുസ്അബ് റളിയല്ലാഹു അൻഹു യസ്രിബുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ അവിടെ ആ മസ്ജിദ് കേന്ദ്രമായി, സംസ്കാരത്തിന്റെ കേന്ദ്രമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പർമേൽ വെച്ച് പ്രസംഗിക്കുന്നു. കുട്ടി വരുന്ന താഴത്ത് കുട്ടിയെ എടുത്തിട്ട് മിമ്പർമ കയറുന്നു. സുലൈഖുൽ ഖസ്ഫാനി റളിയല്ലാഹു അൻഹു സുന്നത്ത് ഒന്ന് സൈലന്റ് ആക്കി. സുലൈഖുൽ ഖസ്ഫാനി റളിയല്ലാഹു അൻഹു തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കുന്നു. അപ്പൊ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു പറയുന്നു. ഖുതുബന്റെ അടിയിലാണ്. കാരണം ഈ ഫിഖ്ഹിന്റെ കിതാബുകളൊന്നും റസൂൽ ഓതിയിട്ടില്ല. പച്ചയായ ജീവിതമാണ്. എഴുന്നേറ്റ് നിസ്കരിക്കുന്നു പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ആ സഹാബി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. അപ്പൊ എന്താ? കീറിപ്പറഞ്ഞ വസ്ത്രമാണ്. ഉടനെ സബ്ജക്ട് മാറ്റി. ഉടനെ ശബ്ദം. നബിസ്വാസം ഖുതുബ ഓതാറില്ലല്ലോ, കാരണം വായിക്കാൻ തന്നെ അറിയില്ല. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയുടെ വിഷയം മാറ്റി സദഖ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മളെ വിഷയം അവസാനിപ്പിക്കാൻ പോവാണ്. സദഖ ചെയ്യാൻ പറഞ്ഞു. ആൾക്കാർ സദഖ കൊണ്ടുവന്നിട്ടു. അടുത്ത ആഴ്ച ഇദ്ദേഹത്തിന് 2 കുപ്പായം കൊടുത്തു. അടുത്ത ആഴ്ച ഒരു കുപ്പായം പൊതിഞ്ഞിട്ട് ഒരു കുപ്പായം അണിഞ്ഞിട്ട് വന്നു. അപ്പോഴും സദഖയുടെ കാര്യം പറഞ്ഞപ്പോ ഈ സഹാബി സദഖ ചെയ്തു. അല്ലാഹു അക്ബർ. ഇങ്ങനെയുള്ള ഒരു യസ്രിബ് മദീനയായി മാറിയ ചരിത്രമാണുള്ളത്. അതുകൊണ്ട് ചങ്ങാതിമാരെ, ഈ രോമാഞ്ചജനകമായ ചരിത്രം, ഈ മാറ്റം നമ്മുടെ നാടുകളിൽ ഉണ്ടാകണം. നമ്മുടെ യസ്രിബുകൾ മദീനയായി മാറണം. അവിടെ ശിർക്കുണ്ടോ? അള്ളാഹു അല്ലാത്തവർക്ക് ഇസ്തിഗാസ് നടക്കുന്നുണ്ടോ? ബിംബമുണ്ടോ? ജാറമുണ്ടോ? ദർഗയുണ്ടോ? മഖാമുണ്ടോ? എങ്കിൽ നമ്മൾ അവരോട് പറയണം, ഇതാ നിങ്ങൾക്ക് അള്ളാഹു ഉണ്ട്, എല്ലാം കേൾക്കാൻ കാണാൻ അവനുണ്ട്, അവനോട് പറയൂ, അവനോട് ഇസ്തിഗാസ് ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മുടെ നഗരങ്ങളെല്ലാം എന്താകണം? മദീനയാകണം. ജാറം പൊളിക്കാനും ബിംബം പൊളിക്കാനും നമ്മൾ പോകണ്ട. കാരണം അത് നമ്മളെ കടമ, നമ്മളെ കൽപ്പിച്ചിട്ടില്ല. അതാര് ചെയ്യണം? അവനവൻ ചെയ്യണം. പക്ഷെ അവർ ചെയ്യും. ഇതുപോലെ ബ്രിട്ടീഷുകാരെ വസ്ത്രങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞില്ലേ നമ്മുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യ സമരകാലത്ത്? പണമായി, പണ്ടമായി, പറമ്പായി, അറിയായി, വിസയായി, ജോലി വാഗ്ദാനമായി. സ്ത്രീധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വാങ്ങണം. വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കണം. കാരണം അത് നമുക്ക് പാടില്ലാത്തതാണ്.
അങ്ങോട്ട് കൊടുക്കാനേ അള്ളാഹു പറഞ്ഞു. ആത്തുഹുന്ന, അവളുമാർക്ക് കൊടുക്കിൻ, ആത്തുനിസ, സ്ത്രീകൾക്ക് കൊടുക്കുന്നവണ്. നേരെ എതിരെ. അപ്പൊ നമുക്കൊരു വിപ്ലവം നടക്കണം. ആ വിപ്ലവം ചോര ചിന്താത്ത വിപ്ലവമാണ്. ആ വിപ്ലവം നാവ് കൊണ്ട് നമ്മൾ പറയേണ്ട തബ്ലീഗ് ഇതാണ്. നമ്മൾ എത്തിക്കേണ്ട കാര്യം ഈ തൗഹീദാണ്. ഈ തൗഹീദ് കിട്ടിയാൽ എന്തുണ്ടാകണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതിയാവൂല, ഈമാൻ ഉണ്ടായാൽ മതിയാൽ. ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ മാറ്റം ഉണ്ടാകണം. ഇവിടെ മദീനയിലുണ്ടായ മാറ്റം, മദീനയിലുണ്ടായ മാറ്റം. അപ്പൊ അതാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മൾ പറയേണ്ട അള്ളാഹു പറഞ്ഞു എന്നുള്ളതാണ്, റസൂല് പറഞ്ഞു എന്നുള്ളതാണ്. മഹാന്മാര് പറഞ്ഞതിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞത്, ഇതാ എല്ലാവരുടെയും വാക്കിൽ തള്ളേണ്ടത് കൊള്ളേണ്ടതുണ്ടാകും, ഈ ഇരിക്കുന്ന ആളൊഴികെ. ആര്? ഈ കിടക്കുന്ന ആളൊഴികെ. ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തള്ളേണ്ടതില്ലാത്ത വാക്ക് റസൂലിൻ്റെത് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടത് എന്താണ്? അള്ള പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു, അത് പറയാം. അത് നമ്മൾ പഠിക്കുക, ആയത്തുകളുടെ അർത്ഥം പഠിക്കുക, ആശയം പഠിക്കുക, എന്നിട്ട് അത് അങ്ങനെ പ്രചരിപ്പിക്കുക, തബ്ലീഗ് ചെയ്യാം. അത് നമ്മൾ ചെയ്താൽ ആളുകളുടെ മനസ്സിൽ വിശാലത ഉണ്ടാകും, മനസ്സിൽ കാരുണ്യബോധം ഉണ്ടാകും, എല്ലാ ആൾക്കാർക്കും വീടുണ്ടാവും, പാവപ്പെട്ടവർക്കൊക്കെ വീടുണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ വീടുണ്ടാക്കി കൊടുക്കണം, എല്ലാവർക്കും നമ്മൾ അന്നം കൊടുക്കണം. ലോകത്തിനല്ല, നമ്മൾ അയൽപക്കത്ത്, കേട്ടോ. അതുകൊണ്ട് ആദ്യം അവരെ നരകത്തിന് രക്ഷിക്കണം. നരകത്തിന് രക്ഷിക്കാതെ നിസ്കരിച്ചാലോ? ശിർക്കോടുകൂടി നിസ്കരിച്ചാൽ അള്ളാഹു സ്വീകരിക്കോ? ഇല്ല. നിസ്കരിക്കാൻ പറയലല്ല വേണ്ടത്. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂൽ പറയുന്നുണ്ട്, ഫഇൻഹും അതാഉ ലിദാലിക, തൗഹീദ് അവർ സ്വീകരിച്ചാൽ ഫഖുല്ലഹും, എന്നിട്ട് നീ അവരോട് പറ 5 നേരത്തെ നിസ്കാരം. നമ്മൾ ആദ്യം നിസ്കാരം പറയല്ല, പിന്നെയോ ആദ്യം തൗഹീദ് പറയുന്നു. തൗഹീദ് ക്ലിയർ ആയിട്ടേ നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ശിർക്ക് ചെയ്താൽ എല്ലാം ബാത്തിലാണ്. അതുകൊണ്ട് നമുക്ക് മദീന ഉണ്ടാകണം. ഒറ്റ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, മദീന ഉണ്ടാക്കണം നമ്മുടെ നാട്ടിൽ. അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പെട്ടെന്ന് വിളിച്ചു കൂട്ടിയ ഈ സദസ്സ് മദീനയിൽ, നമ്മുടെ ഈ ലിമയുടെ മുകളിൽ, ഈ നമ്മുടെ സുഹൃത്തിന്റെ ഈ റൂമിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹുവെ ബർക്കത്താക്കുമാറാകണേ. പടച്ചവനെ, പാപികളാണ്, പൊറുത്തു തരണേ. പാപങ്ങളാണ്, ശക്തി പകരണേ നാഥ. ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷിക്കുമാറാകണേ. സുന്നത്തുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പോകാൻ, മുന്നോട്ട് നീങ്ങാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണേ. രോഗികളായി ഈ സദസ്സിലും വീടുകളിലും നാടുകളിലും ആശുപത്രികളിലും എല്ലാമുള്ള സഹോദരങ്ങൾക്ക് അള്ളാഹുവെ ശിഫ നൽകണേ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രിയങ്കരരായ മക്കൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യാഭർത്താക്കന്മാർ, അള്ളാഹുവെ അവർക്ക് എല്ലാവർക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. പാവങ്ങളാണ് റബ്ബെ, ശക്തി പകരുമാറാകണേ. ചെറിയ ശമ്പളത്തിന്, ചെറിയ വരുമാനത്തിനൊക്കെ ജീവിക്കുന്ന ധാരാളം ആളുകൾ, അള്ളാഹുവെ സ്വാശ്രയത്വം നൽകുമാറാകണേ. പട്ടിണിയിലും പരിവട്ടത്തിലും അള്ളാഹുവെ ഞങ്ങൾക്ക് സംതൃപ്തി നൽകുമാറാകണേ. പടച്ചവനെ, രോഗികൾക്കെല്ലാം ശിഫ നൽകണേ. മരിച്ചുപോയവർക്കെല്ലാം മൗഫറത്ത് നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, സമ്പത്ത് കുറവാണ്, ഞങ്ങൾക്ക് സമ്പത്തിനെയും സന്താനങ്ങളെയും കൂടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബെ. ഭാര്യമാർക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, കൂട്ടുകുടുംബാദികൾക്ക് ബർക്കത്ത് പകർന്ന് ഈ വീടിന്റെ, ഈ റൂമിന്റെ ഉടമക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും അള്ളാഹുവെ ഈ ലോകത്തും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകണേ. കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും അള്ളാഹുവെ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാ വൽ മുർസലീൻ. ഒരു